ആലപ്പുഴയിൽ വൈകല്യങ്ങളോടെ പിറന്ന കുഞ്ഞിന്റെ തുടർ ചികിത്സ സംബന്ധിച്ച് സർക്കാരിനെതിരെ കുടുംബം. കുഞ്ഞിന്റെ ചികിത്സയുടെ കാര്യത്തിൽ ആരോഗ്യവകുപ്പിൽ നിന്ന് ഒരു ഉറപ്പും ലഭിക്കുന്നില്ല. ഡോക്ടർമാരെ സംരക്ഷിക്കുകയാണ് സർക്കാരെന്നും കുഞ്ഞിന്റെ പിതാവ് ആരോപിച്ചു. വൈകല്യങ്ങളോടെ ജനിച്ച കുഞ്ഞിന്റെ തുടർ ചികിത്സ സർക്കാർ ഏറ്റെടുക്കുമെന്നും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ തന്നെ അതിനുള്ള സൗകര്യം ഒരുക്കുമെന്നുമായിരുന്നു ആരോഗ്യമന്ത്രി പറഞ്ഞത്. വിദഗ്ധ സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിച്ചു. സംഘമെത്തി അന്വേഷണം നടത്തി മടങ്ങി. പക്ഷേ അന്വേഷണം സംബന്ധിച്ച് ഒരറിയിപ്പും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്ന് കുഞ്ഞിന്റെ പിതാവ് അനീഷ് മുഹമ്മദ് പറയുന്നു. ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നോ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഔദ്യോഗികമായിട്ട് എനിക്ക് യാതൊരുവിധ റിപ്പോർട്ടും ഇതുവരെ കിട്ടിയിട്ടില്ല. കുഞ്ഞിന്റെ ചികിത്സ വണ്ടാന ആശുപത്രിയിൽ നടക്കുന്നുണ്ടെന്ന് മാത്രം. അതായത് കുഞ്ഞിനെ ഇതുവരെ ഒരു പീഡിയാട്രിക് മെയിൻ ഡോക്ടർ ഇതുവരെ കൺസൾട്ട് ചെയ്തിട്ടില്ല. കുഞ്ഞിന്റെ ഇന്ന് കൊണ്ടുപോയി കുഞ്ഞിന്റെ കണ്ണും EGR ഇന്നാണ് MRIയുടെ റിപ്പോർട്ട് കിട്ടിയത്. അങ്ങനെ ഇന്നാണ് ബാക്കിയുള്ള ടെസ്റ്റുകളുടെ റിപ്പോർട്ട് കിട്ടിയുള്ളൂ. ഇന്ന് ആ വണ്ടാനത്ത് പോയിട്ട് എല്ലാം വളരെ സൂപ്രണ്ട് സാറിനെ വിളിച്ച് സൂപ്രണ്ട് സാർ എല്ലാം വളരെ പെട്ടെന്ന് എല്ലാം ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ദിവസങ്ങളിൽ പോയ അനുഭവം കൊണ്ടാണ് ഇന്ന് സൂപ്രണ്ട് സാറിനെ വിളിക്കുകയും സൂപ്രണ്ട് സാർ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരികയും ചെയ്തത്. അന്വേഷണത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. ആരോപണ വിധേയരായ ഡോക്ടർമാരെ സർക്കാർ സംരക്ഷിക്കുകയാണ്. കുഞ്ഞിന്റെ തുടർ ചികിത്സയിൽ സർക്കാർ നൽകിയ വാക്ക് പാലിച്ചില്ലെങ്കിൽ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിക്ക് മുന്നിൽ സമരം ചെയ്യാനാണ് കുടുംബത്തിന്റെ തീരുമാനം. കാര്യം ഓരോ ദിവസം കഴിയും തോറും അടുത്ത പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് എന്റെ പ്രശ്നം മാറിപ്പോവുകയാണ്. ഇപ്പം കഴിഞ്ഞ 30-ാം തീയതി ജോലിക്ക് പോയതാണ്. ആകെ പ്രതിസന്ധിയിലാണ്. അത് ഇനിയും ആരോഗ്യമന്ത്രിയും ഇവിടുത്തെ DMO ഇടപെട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ അതിനുവേണ്ടി മുന്നോട്ട് പോകും. കാര്യം എനിക്ക് വേറെ നിവൃത്തിയില്ല, സമരത്തിലേക്കാണ്. അതിപ്പോ ആരോഗ്യമന്ത്രിയുടെ തീരുമാനം എന്താണെന്നുള്ളത് എന്നെ ഇപ്പൊ ആലപ്പുഴ DMO ഓഫീസിൽ നിന്ന് പോലും എന്നെ ഇതിനെക്കുറിച്ച് വിളിച്ച് ചോദിച്ചിട്ടില്ല. ആരോഗ്യമന്ത്രി ആലപ്പുഴയിലെത്തിയിട്ടും തിരിഞ്ഞു നോക്കിയില്ലെന്നും അനീഷ് ആരോപിക്കുന്നു. MRI റിപ്പോർട്ടിൽ കുഞ്ഞിന് തലച്ചോറിൽ പ്രശ്നങ്ങളുണ്ട്. ദിവസവും കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിൽ കയറിയിറങ്ങുകയാണെന്നും എന്നാൽ ചികിത്സ സംബന്ധിച്ച് ആരും ഒന്നും തങ്ങളോട് പറയുന്നില്ലെന്നും കുഞ്ഞിന്റെ പിതാവ് പറയുന്നു. ജനം, ആലപ്പുഴ.